ടോപ്പ് ട്യൂഷന്റെ മാത്തമാറ്റിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 13 പോളിനോമിയൽ പിക്ചേഴ്സ് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് ദ പോളിനോമിയൽസ്. നമുക്ക് കുറച്ച് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാനാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 1 ആണ്. അപ്പോൾ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആൻസർ: അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 1 ആണ്. അപ്പോൾ ഇതിനകത്ത് എക്സിന് നമുക്ക് ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് പി ഓഫ് എക്സ് വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ഇപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 0 അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് പി ഓഫ് 0 ഈക്വൽ ടു 2xന്റെ അവിടെ 2 × 0 - 1 കൊടുത്തു. 2 × 0 പറഞ്ഞാൽ 0 ആണ്, -1 0 - 1 -1 ആണ്. ഇനി എക്സിന് 2 പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കാം. അതായത് പി ഓഫ് 2 ഈക്വൽ ടു 2 × 2 - 1. ഇപ്പോൾ 2 × 2 പറയുന്നത് 4 ആണ്. അപ്പോൾ 4 - 1 3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അതായത് 0 വാല്യൂ കൊടുക്കുമ്പോൾ -1 കിട്ടും. അതായത് 0 - 1ഉം 2 3 പറഞ്ഞ രണ്ട് പോയിന്റ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് -1 ആവും. എക്സ് 2 ആകുമ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് 3 ആവുന്നതാണ്. ഇനി ഈ രണ്ട് പോയിന്റ് നമുക്ക് ആദ്യം ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫിഗർ എങ്ങനെ വരും നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഗ്രാഫിൽ എക്സ് ആക്സിസ് ഉണ്ടാവും, അതുപോലെ വൈ ആക്സിസ് ഉണ്ടാവും. അപ്പോൾ എക്സ് ആക്സിസ് ആണ് നമ്മുടെ ഈ വാല്യൂസ് എടുക്കുന്നത്. അതായത് എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് -1 ആണ്. അപ്പോൾ എക്സ് ഇവിടെ എക്സ് 0 പറയുമ്പോൾ ഇതാണ്. എക്സ് 0 ആകുമ്പോൾ വൈ ആക്സിസ് പറയുന്നത് -1 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എക്സ് 2 ആകുമ്പോൾ ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്. എക്സ് 2 ആകുമ്പോൾ വൈ പറയുന്നത്, അത് പി ഓഫ് എക്സ് പറയുന്നത് 3 ആണ് എടുക്കേണ്ടത്. അപ്പോൾ പി ഓഫ് എക്സ് 3 എടുത്തു. അപ്പോൾ 2ഉം 3ഉം ഈ പോയിന്റാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ രണ്ട് പോയിന്റിനും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x - 1 വരുന്ന 2x - 1 പറഞ്ഞ പോളിനോമിയൽ വരുന്ന ഗ്രാഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: പി ഓഫ് എക്സ് ഈക്വൽ ടു x - 1. അപ്പോൾ ഇവിടെ വേറൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു x - 1. അപ്പോൾ ഇതിനകത്ത് എക്സിന് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം പി ഓഫ് 0 ചെയ്ത് നോക്കാം. അതായത് 0 - 1 വരിക. ആൻസർ -1 ആണ്. പിന്നെ പി ഓഫ് 1 ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 1 - 1 0. അപ്പോൾ നമുക്കിവിടെ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് കിട്ടും. 0 - 1ഉം 1 0ഉം. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് -1 ആണ്. അതുപോലെ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സ് വന്നിട്ട് എക്സ് ആക്സിസിലും പി ഓഫ് എക്സ് വന്നിട്ട് നമ്മൾ വൈ ആക്സിസിലാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് നമ്മൾ ഗ്രാഫിൽ അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പോയിന്റ്സ് തമ്മിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗ്രാഫ് ഇങ്ങനെ വരാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ -1ഉം എക്സ് 1 ആകുമ്പോൾ 0 ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ രണ്ട് പോയിന്റും കൂടി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു x - 1 എന്ന പോളിനോമിയലിന്റെ ഗ്രാഫാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: പി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതും പഴയ മെത്തേഡിൽ തന്നെ ചെയ്യാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x ആണ് തന്നിരിക്കുന്ന പോളിനോമിയൽ. അപ്പോൾ ഇതിനകത്ത് എക്സിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക. അതായത് ആദ്യം 0 ആണ് കൊടുക്കുന്നത്. പി ഓഫ് 0 ഈക്വൽ ടു 1 - 0. അപ്പോൾ 1 - 0 പറയുന്നത് 1 ആണ്. ഇനി 1 ആണ് വാല്യൂസ് ആയി കൊടുക്കുന്നത്. എക്സിന് വാല്യൂ കൊടുക്കുന്നത് പി ഓഫ് 1 ഈക്വൽ ടു 1 - 1. അതായത് കിട്ടുന്ന ആൻസർ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. 0 1ഉം അതുപോലെ 1 0. അതായത് എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് 1ഉം എക്സ് 1 ആകുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. ഇനി ഈ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് നമുക്ക് ഗ്രാഫിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഇതിൽ എക്സ് പറയുന്നത് 0 1 ആണ്. അപ്പോൾ എക്സ് 0 എടുത്തു. 1 പറയുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 1 0 ആണ്. എക്സ് പറയുന്നത് 1ഉം വൈ പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 - x പോളിനോമിയലിന്റെ ഗ്രാഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ: പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതും പഴയ പോലെ തന്നെ ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന്. അതുകൊണ്ട് തന്നെ എക്സിന് നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം എക്സിന് 0 വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ പി ഓഫ് 0 പറയുന്നത് 0 ആണ്. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഒന്ന് 0 0ഉം മറ്റേത് 1 1 ആണ്. അപ്പോൾ നമുക്കറിയാം എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 ആവും. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സും കൂടെ ഗ്രാഫിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ആ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അല്ല എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരിക.
അതുപോലെ എക്സ് 1 ആകുമ്പോൾ വൈയും 1 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് മാർക്ക് ചെയ്യുന്നത്. ഈ രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പറഞ്ഞ പോളിനോമിയലിന്റെ ഗ്രാഫാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സ് വാല്യൂസ് അസൈൻ ചെയ്യാം. അപ്പോൾ പി ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എക്സിന് 0 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0 ആണ്. പി ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് -1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും രണ്ട് ജിയോമെട്രിക്കൽ പോയിന്റ്സ് നമുക്ക് കിട്ടി. അതായത് 0 0യും 1 -1ഉം. അതായത് നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0യും എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അപ്പോൾ ഇതിൽ എക്സ് 0 ആകുമ്പോൾ വൈയും 0 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. പിന്നെ എക്സ് 1 ആകുമ്പോൾ വൈ -1 ആണ് ആവുന്നത്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ വൈ -1. അപ്പോൾ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് രണ്ട് പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു -x പറയുന്ന ഒരു -x വരുന്ന പോളിനോമിയൽ കിട്ടുന്ന ഗ്രാഫാണിത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾ പബ്ലിഷ് ചെയ്യുവാൻ ഞങ്ങൾക്കത് പ്രചോദനമാകും. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളിനോമിയൽസ് which has these lines as their graph. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത് പോളിനോമിയൽ തന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ നേരെ റിവേഴ്സ് ആണ്. ഗ്രാഫ് തന്നിട്ട് പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുമ്പം അതിന്റെ പോളിനോമിയലിന്റെ ഫോർമാറ്റ് എപ്പോഴും പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബിയിലായിരിക്കും. അപ്പൊ നമുക്കിവിടെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം, പി ഓഫ് 0 പറയുന്നത് 1ഉം പി ഓഫ് 1 പറയുന്നത് 4ഉം ആണ്. അതായത് പി ഓഫ് 0 ഈക്വൽ ടു 1ഉം പി ഓഫ് 1 ഈക്വൽ ടു 4ഉം ആണ്. അപ്പൊ പി ഓഫ് 0 വന്നിട്ട്, അതായത് എക്സിന് 0 വാല്യൂ ഈ ഒരു പോളിനോമിയൽ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് എ ഇൻറ്റു 0 പ്ലസ് ബി. അപ്പൊ എ ഇൻറ്റു 0 പറഞ്ഞാൽ 0 ആണ്, ബാലൻസ് ഉള്ളത് ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ബി. അപ്പൊ ബി പറയുന്നത് നമുക്ക് 1 ആണെന്ന് ഇവിടുന്ന് അറിയാം. അപ്പൊ അതായത് ഈ ഒരു പോളിനോമിയലിനകത്ത് നമ്മൾ എക്സ് വാല്യൂ 0 ആക്കി ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ കിട്ടുന്നത് ബി ആണ്. ഇപ്പൊ ബി പറയുന്നത് 1 ആണ് നമുക്കിവിടെ അറിയാം. ഇതേപോലെ പി ഓഫ് 1 ചെയ്യാം. പി ഓഫ് 1 ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് ബി. ഇപ്പൊ എ ഇൻറ്റു 1 പറയുന്നത് എ ആണ്, പ്ലസ് ബി, എ പ്ലസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി പറയുന്നത് 4 ആണെന്ന് കിട്ടി. അപ്പൊ ഈ 4 വന്നത് ഈ പി ഓഫ് 1 ഈക്വൽ ടു 4 ആണ് നമുക്ക് ഫിഗറിന്ന് അല്ലെ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് 4 അവിടെ വന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എ പ്ലസ് ബി 4ഉം കിട്ടി, ബി 1ഉം കിട്ടി. ഇനി ഈ എ പ്ലസ് ബിയിൽ ബിന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് എ പ്ലസ് 1 ഈക്വൽ ടു 4. അപ്പൊ ഇതിന് എ കണ്ടുപിടിക്കാലോ. എ ഈക്വൽ ടു 4 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് എന്റെ വാല്യൂ കിട്ടി, അതുപോലെ ബിന്റെ വാല്യൂയും കിട്ടി. ഇനി നമ്മുടെ പോളിനോമിയലിൽ ആ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എന്റെ വാല്യൂ എന്താണ്? 3x പ്ലസ് ബിന്റെ വാല്യൂ 1. അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 1 ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളിനോമിയൽസ് വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദെയർ ഗ്രാഫ്. അപ്പൊ നമുക്ക് വേറൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്നും അതിന്റെ പോളിനോമിയലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ മെത്തേഡ് തന്നെ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളിനോമിയലിന്റെ ഫോർമാറ്റ് പറയുന്നത് എ എക്സ് പ്ലസ് ബി ആണ്. അപ്പൊ നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം, പി ഓഫ് 0 പറയുന്നത് 0 ആണ്, അതുപോലെ പി ഓഫ് -1 പറയുന്നത് -2 ആണ്. ഇത് നമുക്ക് ആ ഒരു പോളിനോമിയൽ അസൈൻ ചെയ്ത് കൊടുക്കാം. ആദ്യം എക്സിന് 0 വാല്യൂ ഇട്ട് കൊടുക്കാം. പി ഓഫ് 0 ഈക്വൽ ടു എ ഇൻറ്റു 0 പ്ലസ് ബി ദാറ്റ്സ് ഈക്വൽ ടു ബി. അപ്പൊ ബി പറയുന്നത് നമുക്ക് 0 ആണെന്ന് കിട്ടി. അതായത് പി ഓഫ് 0 0 തന്നിട്ടുണ്ട്. നമ്മൾ പി ഓഫ് 0 ഇവിടെ വന്നത് ബി കിട്ടി. അപ്പൊ ബി ആണ് 0. പിന്നെ പി ഓഫ് -1 കണ്ടുപിടിക്കാം. എ ഇൻറ്റു -1 പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു -1 പറയുന്നത് മൈനസ് എ ആണ് പ്ലസ് ബി. അപ്പൊ മൈനസ് എ പ്ലസ് ബി ആണ് നമുക്കിവിടെ -2 ആയിട്ട് കിട്ടിയത്. ഇപ്പൊ മൈനസ് എ പ്ലസ് ബി -2 കിട്ടിയിട്ടുണ്ട്, അതുപോലെ ബി 0 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ബിന്റെ വാല്യൂ മൈനസ് എ പ്ലസ് ബിയിൽ അസൈൻ ചെയ്യാം. അതായത് മൈനസ് എ പ്ലസ് 0 ഈക്വൽ ടു -2 ആണ് വരിക. അപ്പൊ മൈനസ് എ ഈക്വൽ ടു -2 ആണ് കിട്ടുക. അപ്പൊ എ പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്റെ വാല്യൂം കിട്ടി, അതുപോലെ ബിന്റെ വാല്യൂം കിട്ടി. ഈ രണ്ട് വാല്യൂസ് നമുക്ക് ഉള്ള പോളിനോമിയൽ അസൈൻ ചെയ്യാം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബിയിൽ അസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും എ പറയുന്നത് 2 ആണ്. അപ്പൊ 2x പ്ലസ് ബി 0 ആണ്, 0. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 0 ആണ് നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x. അപ്പൊ ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളിനോമിയൽസ് വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് എ ഗ്രാഫ്. ഇപ്പൊ നമ്മുടെ
മുമ്പത്തെ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ റിപ്പീറ്റേഷൻ ആണ് ഇത്. അപ്പോൾ ഇതിൽ വേറൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് വെച്ചിട്ട് അതിൻ്റെ പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഗ്രാഫ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ പോളിനോമിയൽ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ നമുക്ക് ഫിഗറിൽ നിന്ന് നമുക്ക് 2 പോയിന്റ് കിട്ടും. അതായത് പി ഓഫ് 0 പറയുന്നത് -2ഉം അതുപോലെ പി ഓഫ് 2 പറയുന്നത് 0. അപ്പോൾ പി ഓഫ് 0 പറയുന്നത് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ 0 നമുക്ക് കിട്ടിയിരിക്കുന്ന പോളിനോമിയൽ അസൈൻ ചെയ്ത് കൊടുക്കാം. P of 0 equal to a into 0 plus b, that is equal to b, b equal to -2. P of 2 equal to a into 2 plus b, a into 2 പറഞ്ഞാൽ 2a ആണ്, 2a plus b equal to 0. ഈ 0 2 -2 വരുന്നത് നമുക്ക് ഇവിടുന്ന് അതിൻ്റെ വാല്യൂസ് അറിയാം, അതുകൊണ്ടാണ് അത് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 2a plus b 0 എന്ന് അറിയുന്നുണ്ട്, അതുപോലെ b equal to -2 എന്ന് അറിയാം. അപ്പോൾ bൻ്റെ വാല്യൂ 2a plus b യിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് 2a - 2 equal to 0 കിട്ടും. അതായത് 2a equal to 2 ആണ്. അപ്പോൾ a പറയുന്നത് 2 divided by 2 equal to 1. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു എക്സ് പ്ലസ് ബി പറയുന്നത് -2 ആണ്. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -2. ഇതുപോലുള്ള വീഡിയോസ് ടോപ്പ് ട്യൂഷൻ ചാനൽ റെഗുലറായി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പുതിയ വീഡിയോകൾ ഉടൻ തന്നെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: The graphs of some second degree polynomials are given below. Find the polynomials. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും പോളിനോമിയൽസ് കണ്ടുപിടിക്കണം. നമ്മൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വന്നിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫാണ് വരുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും പി ഓഫ് 3 പറയുന്നത് 0 ആണ്, അതുപോലെ പി ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്, അതുപോലെ പി ഓഫ് 0 പറയുന്നത് 3 ആണ്. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കറിയാം പി ഓഫ് 3 പറയുന്നത് പി ഓഫ് 0 പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പോളിനോമിയലിനകത്ത് എക്സിന് പകരം 0 ഇട്ട് കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി. അപ്പോൾ എ ഇൻറ്റു 0 0 ആണ്, ബി ഇൻറ്റു 0 0 ആണ്. അപ്പോൾ നമുക്കവിടെ ബാലൻസ് നിൽക്കുന്നത് പി ഓഫ് 0 ഈക്വൽ ടു സി ആണ്. അപ്പോൾ നമുക്കറിയാം പി ഓഫ് 0 പറയുന്നത് 3 ആണ്, അപ്പോൾ സിൻ്റെ വാല്യൂ 3 ആണെന്ന് അറിയാം. സിൻസ് പി ഓഫ് 0 ഈക്വൽ ടു 3, സി ഈക്വൽ ടു 3. അപ്പോൾ നമ്മുടെ ഫോർമുല പോളിനോമിയൽ വന്നിട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിൻ്റെ സ്ഥാനത്ത് 3 പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി നമുക്കറിയാം പി ഓഫ് 1 പറയുന്നത് 0 ആണെന്ന്. അപ്പോൾ പി ഓഫ് 1 ചെയ്ത് നോക്കാം. അതായത് എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 ഇട്ട് കൊടുക്കാം. എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എ ഇൻറ്റു 1 സ്ക്വയർ പറഞ്ഞാൽ എ ആണ്, ബി ഇൻറ്റു 1 പറഞ്ഞാൽ ബി ആണ്, പ്ലസ് 3 പറയുന്നത് 0 എന്ന് കൊടുത്തു. അതായത് എ പ്ലസ് ബി ഈക്വൽ ടു -3 ആണ് വരുന്നത്. അത് നമുക്കൊരു ഇക്വേഷൻ 1 ആയിട്ട് അസൈൻ ചെയ്യാം. ഇനി നമുക്കറിയാം പി ഓഫ് 3 0 ആണെന്ന്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 3 അസൈൻ ചെയ്ത് കൊടുക്കാം. എ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ 3 സ്ക്വയർ പറയുന്നത് നമുക്ക് 9 ആണ്, 9 ഇൻറ്റു എ പറയുന്നത് 9a പ്ലസ് 3 ഇൻറ്റു ബി 3b പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മളൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഇക്വേഷനെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3a പ്ലസ് ബി ഈക്വൽ ടു -1 കിട്ടും. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പറയുന്ന ഇക്വേഷനിൽ നിന്ന് 1 പറയുന്ന ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എ പറയുന്നത് 1 ആയിട്ട് കിട്ടും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കിയാൽ മതി. 3a പ്ലസ് ബി ഈക്വൽ ടു -1 മൈനസ് എ പ്ലസ് ബി ഈക്വൽ ടു -3 കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് എ 1 ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. അതിനകത്ത് എ പ്ലസ് ബി ഈക്വൽ ടു -3 എന്ന് അറിയാം. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചു 1 ആണെന്ന്. അപ്പോൾ അത് ഇതിനകത്ത് അസൈൻ ചെയ്യാം. അപ്പോൾ ബി ഈക്വൽ ടു -3 മൈനസ് എ ദാറ്റ്സ് ഈക്വൽ ടു -3 -1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബിൻ്റെ വാല്യൂ -4 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ എന്തായിരിക്കും? നമുക്ക് എന്റെ വാല്യൂ കണ്ടുപിടിച്ചു, ബിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, അതുപോലെ സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ദാറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 ആണ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിൽ വരുന്ന പോളിനോമിയൽ. ക്വസ്റ്റ്യൻ: The graphs of some second degree polynomials are given below. Find the polynomials. ഇതും നേരത്തെ ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് വേറെ ഗ്രാഫാണ് തരുന്നത്. ഇതിൻ്റെ പോളിനോമിയൽ കാണും. അപ്പോൾ നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഫോർമാറ്റ് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പി ഓഫ് 2 പറയുന്നത് 0 ആണ്, അതുപോലെ പി ഓഫ് 1 എന്ന് പറയുന്നത് 0 ആണ്, അതുപോലെ പി ഓഫ് 0 പറയുന്നത് 4 ആണ്. അപ്പോൾ പി ഓഫ് 0 പറയുന്നത് നമുക്കറിയാം 4 ആണെന്ന്. അത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫോർമാറ്റിനകത്ത് അസൈൻ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു
എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ദാറ്റ്സ് ഈക്വൽ 4. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സി പറയുന്നത് 4 ആണ് നമുക്ക് കിട്ടിക്കുന്നത്. അത് ആ ഒരു ഇക്വേഷനിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിന്റെ സ്ഥാനത്ത് 4. അപ്പോൾ ഈ പോളിനോമിയൽ നമ്മൾ ആ സിന്റെ സ്ഥാനത്ത് 4 ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം പി ഓഫ് 1 0 ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കാം. എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് 4 ഈക്വൽ ടു 0. അതായത് എ പ്ലസ് ബി പ്ലസ് 4 ഈക്വൽ ടു 0. എ പ്ലസ് ബി പറയുന്നത് -1. അതൊരു ഇക്വേഷൻ 1 ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി പി ഓഫ് 2 0 എന്ന് നമുക്കറിയാം. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 2 ഇട്ടിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അതായത് എ ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് 4 ഈക്വൽ ടു 0. 4a പ്ലസ് 2b പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഒന്ന് നമ്മൾ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2a പ്ലസ് ബി പ്ലസ് 2 ഈക്വൽ ടു 0 കിട്ടും. അതായത് 2a പ്ലസ് ബി ഈക്വൽ ടു -2. അപ്പോൾ രണ്ട് ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. അതായത് ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെ വാല്യൂ 2 ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്റെ വാല്യൂ കണ്ടുപിടിച്ചു, അതുപോലെ സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഇക്വേഷൻ 1ൽ എ പ്ലസ് ബി ഈക്വൽ ടു -4 ആണ്. അപ്പോൾ ബിന്റെ വാല്യൂ ഇവിടുന്ന് കണ്ടുപിടിക്കാം. -4 നമുക്ക് എന്റെ വാല്യൂ എന്താണ്? -4 ആണ്. എന്റെ വാല്യൂ പറയുന്നത് -4 ആണ്. പിന്നെ അതുപോലെ -2. എ പറയുന്നത് 2 ആണ്. അപ്പോൾ -2 വന്നു. അപ്പോൾ ബി ഈക്വൽ ടു -6. അതായത് എ പ്ലസ് ബി ഈക്വൽ ടു -4ൽ എന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് നമുക്ക് ബിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചത്. ബി പറയുന്നത് -4 -2 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു -6. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന പോളിനോമിയൽ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. അതിൽ എ പറയുന്നത് നമുക്ക് 2 ആണ് കിട്ടി. ബി പറയുന്നത് -6 കിട്ടി. സി പറയുന്നത് 4 കിട്ടി. അപ്പോൾ അതവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. 2x സ്ക്വയർ മൈനസ് 6x പ്ലസ് 4. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. Question. The graphs of some second degree polynomials are given below. Find the polynomials. നമുക്ക് വേറെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പറയുന്നത്, അതിന്റെ പോളിനോമിയൽ പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ്. ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. പി ഓഫ് 3 പറയുന്നത് 0 ആണ്. അതുപോലെ പി ഓഫ് 1 പറയുന്നത് 0 ആണ്. പി ഓഫ് 0 പറയുന്നത് -3 ആണ്. അപ്പോൾ നമുക്ക് അറിയാം പി ഓഫ് 0 -3 ആണെന്ന്. അപ്പോൾ നമ്മുടെ പോളിനോമിയലിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 0 അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പി ഓഫ് 0 ഈക്വൽ ടു എ ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 0 പ്ലസ് സി ദാറ്റ്സ് ഈക്വൽ ടു -3. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സി പറയുന്നത് -3 കിട്ടും. അപ്പോൾ പി ഓഫ് എക്സ് പറയുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് -3 കൊടുത്തു. സിന്റെ വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കറിയാം പി ഓഫ് 1 പറയുന്നത് 0 ആണ്. അപ്പോൾ ആ ഒരു പോളിനോമിയലിനകത്ത് എക്സിന്റെ വാല്യൂ 1 അസൈൻ ചെയ്ത് കൊടുക്കാം. എ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 -3 ദാറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടും എ പ്ലസ് ബി -3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഒന്നും സിംപ്ലിഫൈ ചെയ്താൽ എ പ്ലസ് ബി ഈക്വൽ ടു 3 കിട്ടും. അത് ഇക്വേഷൻ 1 ആയിട്ട് നമ്മളോട് അസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം പി ഓഫ് 3 0 ആണെന്ന്. അപ്പോൾ വീണ്ടും പോളിനോമിയലിനകത്ത് എക്സിന്റെ വാല്യൂ 3 അസൈൻ ചെയ്ത് കൊടുക്കാം. എ ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 -3 ഈക്വൽ ടു 0. അപ്പോൾ 9a പ്ലസ് 3b ഈക്വൽ ടു 3 കിട്ടും. അപ്പോൾ നമ്മൾ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3a പ്ലസ് ബി ഈക്വൽ ടു 1 കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്റെ വാല്യൂ -1 ആയിട്ട് കിട്ടും. എ പ്ലസ് ബി ഈക്വൽ ടു 3. നമുക്കറിയാം എ പ്ലസ് ബി ഈക്വൽ ടു 3 എന്ന് ഇക്വേഷൻ 1ൽ തന്നിട്ടുണ്ട്. അതിൽ എന്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. -1 പ്ലസ് ബി ഈക്വൽ ടു 3. അപ്പോൾ ബി ഈക്വൽ ടു 3 പ്ലസ് 1 ദാറ്റ് ഈസ് ബി ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് എന്റെ വാല്യൂ കിട്ടി, ബിന്റെ വാല്യൂ കിട്ടി, അതുപോലെ സിന്റെ വാല്യൂ കിട്ടി. ഇനി ഇത് നമുക്ക് ആ പോളിനോമിയലിനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കാം. ദ പോളിനോമിയൽ ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ദാറ്റ് ഈസ് -1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് -3. അപ്പോൾ -1 എക്സ് സ്ക്വയർ പറഞ്ഞാൽ -x സ്ക്വയർ ആണ് പ്ലസ് 4x -3. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കുന്തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കൂട്ടുകാർക്കും ഷെയർ ചെയ്തു കൊടുക്കൂ. Question. Draw the graphs of these polynomials. First one p of x equal to x. Second one p of x equal to 2x. Third one p of x equal to 1/2x. Fourth one p of x equal to -x. Fifth one p of x equal to -2x. Do you see any common features of these graphs? അപ്പോൾ നമുക്ക് കുറച്ച് പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ആ പോളിനോമിയൽസിന്റെ ഗ്രാഫാണ് ഇവിടെ വരയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഗ്രാഫിന് വല്ല കോമൺ ഫീച്ചേഴ്സും കാണുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പോളിനോമിയൽസ് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കില്ലേ, അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ നമ്മൾ എല്ലാം കൂടി ഈ 5 പോളിനോമിയൽസിന്റെ ഗ്രാഫും ഒറ്റ ഗ്രാഫിലാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എടുക്കാം. ആദ്യത്തെ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എക്സിന് 0 ഇടുകയാണെങ്കിൽ പി ഓഫ് എക്സ് പറയുന്നത് 0 ആയിരിക്കും. എക്സിന് 2 ആണെങ്കിൽ പി ഓഫ് എക്സ് 2 ആയിരിക്കും.
അതുപോലെ രണ്ടാമത്തേൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എക്സിന് 0 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് 0 ആണ്. എക്സിന് 1 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് 2 ആയിട്ട് വരും. അതുപോലെ തേർഡ് വൺ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1/2 എക്സ് ആണ്. അപ്പോൾ എക്സിന് 0 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് പറയുന്നത് 0 തന്നെ ആവും. എക്സിന് 2 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് 1 ആയിട്ടാണ് വരിക. ഈ ഫോർത്ത് വൺ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു -x ആണ്. അപ്പോൾ എക്സിന് 0 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് 0 വരും. അതുപോലെ എക്സിന് 1 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് -1 കിട്ടും. ഇപ്പോൾ ഫിഫ്ത്ത് വൺ പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു -2x ആണ്. അതായത് എക്സിന് 0 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് 0യും എക്സിന് 2 അസൈൻ ചെയ്താൽ പി ഓഫ് എക്സ് -4 ആണ് വരും. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് വെച്ചിട്ട് ഓരോ ഗ്രാഫായിട്ട് വരയ്ക്കാം. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഫിഗർ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ ആദ്യത്തേൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. പിന്നീട് വരുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അപ്പോൾ അതിൻ്റെ ലൈനാണ് ഇവിടെ വരുന്നത്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു 1/2x ഉണ്ട്, അതാണ് അതിൻ്റെ ലൈനാണ് ഇത് കാണുന്നത്. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു -x, അതിൻ്റെ ആ ഒരു പോളിനോമിയലിൻ്റെ ലൈനാണ് വരുന്നത്. പിന്നെ പി ഓഫ് എക്സ് ഈക്വൽ ടു -2x ഉണ്ട്, അതിൻ്റെ പോളിനോമിയൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 5 പോളിനോമിയൽസും കൂടെ നമ്മൾ ഒറ്റ ഗ്രാഫിലാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ വല്ല കോമൺ ഫീച്ചേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫോർ ഈച്ച് ഗിവൺ പോളിനോമിയൽ ഇൻ ദ ഫോം ഓഫ് പി എക്സ് ഈക്വൽ ടു ax പ്ലസ് b ഈക്വൽ ടു 0, ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു പോളിനോമിയൽ നമുക്ക് b പറയുന്നത് 0 ആണ് വന്നത്. നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ പോളിനോമിയൽ പറയുന്നത് ax പ്ലസ് b ആണ്. അപ്പോൾ അതിൽ b പറയുന്നത് എല്ലാവിടെയും 0 ആണ് വരുന്നത്. അപ്പോൾ അതാണ് അതിൽ വരുന്ന ഒരു കോമൺ ഫീച്ചർ, അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. Since b equal to 0, the graph of these polynomials meet at a common point x equal to 0, p of x is equal to 0, the origin. അപ്പോൾ b 0 ആയതുകൊണ്ട് ഈ എല്ലാ പോളിനോമിയൽസും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. അത് പറയുന്നത് x 0 വാല്യൂ ആയത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പറയുന്ന ഒരു കോമൺ പോയിന്റിൽ ഈ എല്ലാ പോളിനോമിയൽസും മീറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ്സ് ഓഫ് ദീസ് പോളിനോമിയൽസ്. അപ്പോൾ തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1, സെക്കൻഡ് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, തേർഡ് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2, ഫോർത്ത് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1, ഫിഫ്ത്ത് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പോയിന്റ്സ് എങ്ങനെ വരുന്ന നോക്കാം, അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് എങ്ങനെ വരുന്ന നോക്കാം. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ് ഫസ്റ്റ് വൺ. അപ്പോൾ അതിൻ്റെ എക്സ് വാല്യൂ 0 ഇട്ട് കൊടുത്തതിനാൽ പി ഓഫ് എക്സ് 1 ആണ്. എക്സ് വാല്യൂ 2 ആകുമ്പോൾ പി ഓഫ് എക്സ് പ്ലസ് 1 പറയുന്നത് 3 ആണ്. സെക്കൻഡ് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് 2 ആണ്, എക്സ് 1 ആകുമ്പോൾ പി ഓഫ് എക്സ് 3 ആണ്. തേർഡ് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ പി ഓഫ് എക്സ് 1/2, എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 1/2. ഫോർത്ത് വൺ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ്, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് 1, എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് 0. പിന്നെ വരുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ പി ഓഫ് എക്സ് മൈനസ് 2, എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ പി ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ 5 പോളിനോമിയൽസും നമ്മൾ ഒറ്റ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഗ്രാഫാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലാം പാരലൽ ലൈൻസ് ആണ് വരുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ പോളിനോമിയലിൻ്റെയും ഫോം പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് ax പ്ലസ് b ആണ്. അതിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എല്ലാത്തിനും സെയിം ആണ്. അതുകൊണ്ടാണ് ഓരോ അതിൻ്റെ ഗ്രാഫുകളൊക്കെ പാരലൽ ആയിട്ട് വന്നിരിക്കുന്നത്. ടോപ്പ് ട്യൂഷൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിങ്ങളുടെ പരീക്ഷയിൽ സഹായകരമാകുമെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.